ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 21-അംഗ മന്ത്രിസഭയും അധികാരമേൽക്കും. സംസ്ഥാനത്ത് 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. UDFന്റെ 21-അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ തലസ്ഥാനത്തെത്തും. സ്കൂൾ വരാന്തകളിൽ KSUവിന്റെ കൊടിപിടിച്ച് തുടങ്ങിയ രാഷ്ട്രീയം. ഇന്നും കോൺഗ്രസിന്റെ കാവൽ ഭടൻ. ചെന്നിത്തല ഇനി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. KSUവിലൂടെ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ കാവൽ ഭടനിലേക്ക് വളർന്ന ചരിത്രമാണ് രമേശ് ചെന്നിത്തലയുടേത്. കോൺഗ്രസ് പാർട്ടി കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴൊക്കെയും ചെന്നിത്തല രക്ഷകന്റെ റോഡിലെത്തിയിട്ടുണ്ട്. പാർട്ടിയിലെ സീനിയോറിറ്റിയും നേതൃപാടവവും ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പ് പോര് തിരിച്ചടിയായെങ്കിലും മുഖ്യ വകുപ്പുകൾ തന്നെയാണ് ലഭിച്ചത്. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമില്ല. ഒരു തവണ പോലും മന്ത്രിയായ ഭരണ പരിചയമില്ല. ഇത് ജനകീയാരോഹണം വി ഡി സതീശൻ എന്ന വിസ്മയം. രാഷ്ട്രീയത്തിലെ എല്ലാ പാരമ്പര്യങ്ങളെയും സംഘടനാ കീഴ്വഴക്കങ്ങളെയും തകർത്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. പതിവ് രീതികളെ മറികടന്ന് സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അതും ഒരു വിസ്മയമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വിസ്മയങ്ങൾ കാത്തിരിക്കുവാൻ പറഞ്ഞ നേതാവ് സ്വയം ഒരു വിസ്മയമായി മാറുന്ന ചരിത്ര മുഹൂർത്തമാണ് അരങ്ങേറുന്നത്. കെ മുരളീധരന് വൈദ്യുതിക്ക് പകരം ആരോഗ്യവും ദേവസ്വവും സ്ഥിരീകരിച്ച് മുരളീധരൻ. ആരോഗ്യ വകുപ്പ് എന്ന് സ്ഥിരീകരിച്ച കെ മുരളീധരൻ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയിച്ചെന്നും നാടിന് ഗുണകരമായ വകുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെയ്യുവാനുണ്ട്. ആശുപത്രികളുടെ വികസനം, ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള അനുപാതം, ഇതിനെല്ലാമായി സാമ്പത്തികം കണ്ടെത്തണം. അങ്ങനെയുള്ള ഭാരിച്ച ഉത്തരവാദിത്തവുമുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ശുദ്ധീകരിക്കണം. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കണം. ദൈവത്തിന്റെ കാശാണ്, അതെടുത്ത് കളിക്കരുത്. ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹം പറഞ്ഞു. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ്. കത്ത് നൽകി PJ ജോസഫ്. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അപ്പു ജോൺ ജോസഫിനെ ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിക്കുവാൻ തീരുമാനിച്ചതായി കേരള കോൺഗ്രസ് അറിയിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മാസപ്പിറവി ദൃശ്യമായില്ല. ബലിപ്പെരുന്നാൾ ഈ മാസം 28-ന്. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ ഈ മാസം 28-ന്. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ് 1 കണക്കാക്കും. ഗൾഫ് രാജ്യങ്ങളിൽ 27-നാണ് ബലിപ്പെരുന്നാൾ. ഇറാന്റെ സമയം അടുത്തു. തീരുമാനം വേഗത്തിലെടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ല. മുന്നറിയിപ്പുമായി ട്രംപ്. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തു എന്നാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നുവെന്നും അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപിന്റെ ഭീഷണി. തീരുമാനം വേഗത്തിലെടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.